ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും ഒരു 1 lakh ഒക്കെ എത്തുമ്പോഴാണ് Q&A പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3K സബ് ആയപ്പോൾ ആണെന്ന് തോന്നുന്നു ഞാനൊരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നു പറഞ്ഞിട്ട്. അപ്പം ലൈവ് മേറ്റ്സ് എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. സോ വെൽക്കം ടു ദ വീഡിയോ ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയയിൽ വരുമ്പോൾ ഉണ്ടായ അനുഭവം, പിന്നെ ഇത്രയും ഫോളോവേഴ്സ്, പിന്നെ കണ്ടന്റ് മേക്കിംഗ്, പിന്നെ ബാഡ് കമൻസ് വരുന്നതും, പിന്നെ ചേച്ചിയുടെ സപ്പോർട്ട് ചെയ്യുന്നവരോടും എന്താണ് അഭിപ്രായം? പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമുക്കൊരു യൂട്യൂബ് മീറ്റപ്പ് വെക്കണം. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണെന്നും കൂടി പറയണം. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ടീം ജസ്റ്റിസ് ക്രൂ ആണ്. ആളുടെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ രാഹുൽ, യൂട്യൂബ് എന്ന് പറയുന്ന മീഡിയയിൽ വരുമ്പോൾ ഉണ്ടായ അനുഭവം, പിന്നെ ഇത്രയും ഫോളോവേഴ്സ്, കണ്ടന്റ്, എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഒന്നുമില്ല. ഇപ്പം ഞാനൊരു 4K ആയിട്ടുണ്ട്. ഞാൻ 3K ആയപ്പോഴാണ് ഞാൻ ഈ Q&A ഇട്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം 4K ആയിട്ടുണ്ട്. ഹാഫ് മോണി ആയി വരുന്നു. ഹാഫ് മോണി ആയി ഫുൾ മോണിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഒരു ദിവസം തോന്നിയ ഒരു തോന്നലാണ് ഞാൻ ആക്ച്വലി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇതൊരു കരയ്ക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ വല്ലാതെ ഉണ്ട്. നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നല്ല ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെ, ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഞാനിപ്പം യൂട്യൂബിൽ നിൽക്കുന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇടണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു 3-4 മന്തായിട്ട് നല്ല അതിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൺ അതർ ദാൻ ഹസ്ബൻഡാണ്. അതിന് താഴെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ്. അതായത് ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ് സിസ്റ്റർ ഇൻ ലോയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നതും ആൾ തന്നെയാണ് കേട്ടോ. പിന്നെ മീറ്റപ്പ് വയ്ക്കുന്ന കാര്യം ആലോചിക്കാം. പിന്നെ ബാഡ് കമൻസ് വരുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാടൊന്നും ബാഡ് കമൻസ് അങ്ങനെ വരാറില്ല. പിന്നെ വന്നാലും ഇപ്പോൾ നമ്മൾ ലൈവിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡറേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നവരൊക്കെ ഡീൽ ചെയ്തോളും. ഒരുപാട് ബാഡ് കമൻസ് വരുന്നില്ല. കുറേയൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും. കണ്ടിന്യൂസ്ലി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള മറുപടികൾ ഞാൻ കൊടുക്കാറുണ്ട്. ഓക്കെ രാഹുൽ, അപ്പോൾ ക്ലിയർ അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈബ് ബൈ മീ, ആ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നേക്കുന്നത്. ജാടയാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ലൈഫിൽ ബോൾഡാണോ? നെഗറ്റീവ് പറയുന്നവരോട് എങ്ങനെ റിയാക്ട് ചെയ്യും? 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ആൾ ചോദിച്ചിരിക്കുന്നത്. സോ ജാടയാണ് എന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ജാടയാണ്, ഭയങ്കര പോസാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് സ്കൂളിംഗ് ടൈം തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ വന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയില്ല, ആട്ടിക്കളഞ്ഞാലും പോവില്ല പറയും, ഇങ്ങനെ സാധാ നാട്ടുഭാഷയിൽ പറയും. അതുപോലെയാണ് ഞാൻ കമ്പനി ആയി കഴിഞ്ഞാൽ ഞാൻ നല്ല കമ്പനിയാണ്. പക്ഷേ കമ്പനി ആവുന്നത് വരെ ആൾക്കാർ വിചാരിക്കും എനിക്ക് ഭയങ്കര ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എൻ്റെ അടുത്ത് ലൈവിൽ വരുമ്പോൾ കുറേ പേര് പറയാറുണ്ട്, മുന്നും ലൈവ് കാണുമായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര ജാടയായിട്ട് തോന്നി, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാതിരുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ വന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോവില്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിക്കും ലൈഫിൽ ബോൾഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനൊക്കെ ബോൾഡാണ്. പക്ഷേ എനിക്ക് ഒരു അങ്ങനെ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ്, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ ആണ്. അതുകൊണ്ട് ബോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എൻ്റെ അടുത്ത് എൻ്റെ കെട്ടിയോൻ പറയും, പെണ്ണ് കാണാൻ വന്നപ്പോഴേ നിനക്ക് അങ്ങനെ ഒരു ഭയങ്കര ബോൾഡ്നെസ് ഫീൽ ചെയ്തിട്ടുള്ളൂ, അതിന് ശേഷം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയും. ആക്ച്വലി കല്യാണം കണ്ടിപ്പോൾ 10 വർഷമായിട്ടോ. അപ്പം അങ്ങനെ ശരിക്കും ലൈഫിൽ ബോൾഡാണോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് പറയുന്നവരോട് എങ്ങനെ റിയാക്ട് ചെയ്യും? നെഗറ്റീവ് ഞാൻ മാക്സിമം നോക്കാറില്ല. ഇപ്പം ഞാൻ 1 വർഷം ആവാൻ പോകുന്നു, നെക്സ്റ്റ് മന്തിലോട്ട് 1 വർഷം ആവും. ഇപ്പോൾ ഈ 1 വർഷത്തിനിടയിൽ എനിക്ക് അങ്ങനെ വലിയ നെഗറ്റീവ് അങ്ങനെ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അഥവാ വന്നാലും അങ്ങനെ വരുന്ന നെഗറ്റീവ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വൈ ബൈ മീ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ്, ആദിദേവ, ജയശേട്ടാ, ഹായ്. ജയശേട്ടനാണ്, ആദിദേവ എന്ന് പറയുന്ന അക്കൗണ്ട് ജയശേട്ടനാണ്. ആൾ എൻ്റെ ലൈവ് മേറ്റ് ആണ്. പ്ലേ ബട്ടൺ സ്വപ്നം കാണാറുണ്ടോ? ഇപ്പോൾ തീർച്ചയായിട്ടും പ്ലേ ബട്ടൺ സ്വപ്നം കാണുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് 4 സബ്ബാണുള്ളത്. അതിൽ 2 എൻ്റെ വേറെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ചെയ്യുന്നതാണ്, 2 എൻ്റെ കസിൻസ് ചെയ്തതാണ്. അങ്ങനെ ആകെപ്പാടെ 4 സബ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് 4K ആയിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അത് എനിക്ക് കിട്ടിയത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടല്ല, ലൈവ് ഇരുന്നിട്ടാണ്. സോ എൻ്റെ ലൈവ് മേറ്റ്സിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് ആ കാര്യത്തിൽ പറയാനുള്ളത്. സോ ഇപ്പോൾ ഇരിക്കുന്ന ആ 4000, അതായത് 4K എന്നുള്ളത് ഇനി ഒരു 1 lakh ആക്കുക എന്നുള്ളത് ഇപ്പോൾ എൻ്റെ സ്വപ്നമാണ്. ആ പ്ലേ ബട്ടൺ ഞാൻ സ്വപ്നം കാണുന്നു ജയശേട്ടാ, സ്വപ്നം കാണുന്നു. ഓക്കെ ജയശേട്ടാ, ദ ആൻസർ ഈസ് യെസ് ഓഫ് കോഴ്സ്. പിന്നെ സുബിൻ സെബി ചോദിച്ചിരിക്കുന്നു, കണ്ണാടി നോക്കുമ്പോൾ അസൂയ തോന്നാറുണ്ടോ എന്ന്. ഇല്ല സുബിനെ, അസൂയ ഒന്നും തോന്നാറില്ല. കണ്ണാടി നോക്കുമ്പോൾ ദൈവമേ പിമ്പിൾസ് ഒന്നും വരല്ലേ കർത്താവേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അതല്ലാതെ അസൂയ ഒന്നും തോന്നില്ല, പോടാ. അനിൽ മുക്കം, എന്താ ചോദിക്കുക? എന്തെങ്കിലും ചോദിക്കുവല്ലേട്ടാ. സച്ചു ബ്രോ YT എന്നുള്ള അക്കൗണ്ട് എന്ന് ചോദിക്കുക, ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് രേഷ്മ എന്നാണ് കേട്ടോ, സച്ചു. പിന്നെ സുരേഷ് കുമാർ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. ഹരിലാൽ അക്ക വണക്കം, അതല്ല.
സിദ്ധാർത്ഥ് CP, ഹായ് സിദ്ധാർത്ഥ്, ഹായ് ഹായ് ഹായ്. ചേച്ചി ആഗ്രഹിച്ച ലൈഫിലൂടെ തന്നെയാണോ പോകുന്നത്? യെസ്, ഓഫ് കോഴ്സ്, ഞാൻ ആഗ്രഹിച്ച ലൈഫ് കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ഐ ആം 100% ഹാപ്പി. സിദ്ധാർത്ഥ്, യെസ്. അഖിൽ അഖിൽ ചോദിച്ചിരിക്കുന്നു, ഡ്രീം എന്താ? ആക്ച്വലി എനിക്കങ്ങനെ വലിയ ഡ്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ഒന്നുമുള്ള ആളല്ല ഞാൻ. ഇങ്ങനെ അങ്ങ് പോകണം, ലൈഫ് ഇങ്ങനെ വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകണം എന്നുള്ള ഒറ്റ ഡ്രീം മാത്രമേ എനിക്ക് എന്നും ഉണ്ടായിട്ടുള്ളൂ. ഞാനൊരു ഡ്രീമി പേഴ്സൺ അല്ല. ഇപ്പോൾ ഉള്ള ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിനെ സംബന്ധിച്ചുള്ള ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്ലേ ബട്ടൺ കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പരിശ്രമിക്കണം, അതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി. ദെൻ നിഷാന്ത് ചന്ദ്രൻ, KC ബ്രോ, യൂട്യൂബിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. യൂട്യൂബിൽ വന്നതിന് ശേഷം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ മാറ്റം വന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ലൈവ് ഇട്ടതിന് ശേഷം, അതായത് ഇപ്പോൾ 2-3 മന്തായി ഞാൻ ലൈവ് ഇടുന്നു. ലൈവ് ഇട്ടതിന് ശേഷം പുറത്തേക്ക് കറങ്ങാനൊന്നും പോകാൻ പറ്റുന്നില്ല. ഞാൻ ലൈവിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുണ്ട്. അതല്ലാതെ എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ അത്ര വലിയ ആളൊന്നല്ലല്ലോ KC ബ്രോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടുന്ന സുഹൃത്ത് ബന്ധങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കും, ഇൻസ്റ്റ ID ഉണ്ടോ, ഇൻസ്റ്റ ID തരുമോ എന്ന് ചോദിക്കും. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് എല്ലാവരും, നമ്മളൊരു സോഷ്യൽ മീഡിയ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റ ചോദിക്കുമ്പോൾ, ഞാൻ ആദ്യമൊന്നും ഇൻസ്റ്റ ഉണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യമേ തൊട്ട് ഇൻസ്റ്റ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇൻസ്റ്റയിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. ആകെ 2-3 ഇൻസ്റ്റ റീൽസും കാര്യങ്ങളും, 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ ഈ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ഞാൻ അങ്ങനെ ഇൻസ്റ്റ റീൽസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എനിക്ക് ഇൻസ്റ്റ വലിയ പിടിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ ടൈം സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ട്. അങ്ങനെ എനിക്ക് ജെന്യുവനായിട്ട് തോന്നുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഞാൻ യൂട്യൂബിൽ നിന്നും ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ഉണ്ട്. അപ്പോൾ ദ ആൻസർ ഈസ് യെസ് KC ബ്രോ. അമേരിക്ക ചൈന വിഷയം, വിശ്വാൻ CP, വിശ്വാൻ ഹായ്. അമേരിക്ക ചൈന വിഷയമാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എല്ലാവരും പറയും കല്യാണത്തിന് മുൻപ് ആണ് നല്ല കാലം എന്ന് എല്ലാവരും പറയും. ബട്ട് താങ്കൾ പറയുന്നു കല്യാണത്തിന് ശേഷമുള്ള ലൈഫാണ് സൂപ്പർ എന്ന്. എന്തിനാ അതിൻ്റെ ക്രെഡിറ്റ് ഹസിനാണോ? എനിക്ക് എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഐ എം എ ലക്കി പേഴ്സൺ ടിൽ നൗ. എനിക്ക് എൻ്റെ ഫാമിലി, അതായത് കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, ഇനി കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് ഫാമിലി ആണെങ്കിലും നല്ല സപ്പോർട്ടും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എനിക്ക് ചുറ്റും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണത്. ഐ എം എ ലക്കി പേഴ്സൺ, സിംപിളി ആസ്കിങ്, ഐ എം എ ലക്കി പേഴ്സൺ, ടച്ച് വുഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ലൈഫാണ് എനിക്കിഷ്ടം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം 21 ഇയേഴ്സിലാണ് കഴിഞ്ഞത്. ഇപ്പം 10 ഇയേഴ്സ്, ഐ എം 31 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് എന്താ വേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഫുൾ ഫ്രീഡം നേരത്തെ മറ്റേ ജയിൽ പറയുന്നത് കൊടുക്കുന്നതല്ലല്ലോ. അങ്ങനെയല്ല, എനിക്ക് എന്താ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം. പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ തോന്നിയാസം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടാ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചെയ്യുകയാണെ അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് ചെയ്യട്ടെ ചേട്ടാ, അങ്ങനെ ചേട്ടാ എന്ന് ചോദിക്കണ്ട. ഞങ്ങൾ നല്ല സെറ്റ് വൈബാണ് ഇപ്പോൾ. ടിൽ നൗ ഞങ്ങൾ നല്ല സെറ്റ് വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് കല്യാണത്തിന് ശേഷമുള്ള ലൈഫ് ഭയങ്കര 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 ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും കമൻസാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5-8 കമൻസ്, 5, 8, 9, 10 താഴെ കമൻസാണ് എനിക്കിപ്പോൾ ഈ 3K 4Kയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. അപ്പോൾ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ജയശേട്ടാ ചോദിച്ച പോലെ ആ പ്ലേ ബട്ടൺ എൻ്റെ കൈകളിൽ എത്തി, അത് കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവർക്കും നല്ല 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 കുറേ മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സീ യു.